വയനാട്ടിൽ നിന്നുള്ള മനോഹരമായ ഒരു വാർത്തയിലേക്കാണ്. വയനാട്ടിലെ ജനമൈത്രി പോലീസിനെ കുറിച്ചൊക്കെ ഇതിനു മുൻപ് നമ്മൾ തത്സമയം റിപ്പോർട്ടിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ വീണ്ടും അവരെ കുറിച്ച് തന്നെ പറയാൻ പോവുകയാണ്. ചെണ്ട കലാകാരന്മാരായ ഗോത്രവർഗ യുവാക്കൾക്ക് വേണ്ടിയിട്ട് ചെണ്ടകൾ വാങ്ങി നൽകിയിരിക്കുകയാണ് ജനമൈത്രി പോലീസ്. പുൽപ്പള്ളിയിലെ വീട്ടിമൂലയിൽ ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസുമതാരിയും സംഘവും നേരിട്ടെത്തിയാണ് ഈ ചെണ്ടകൾ സമ്മാനിച്ചത്. ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. സാമൂഹിക വിപത്തായ മറ്റു ലഹരികൾക്ക് അടിമപ്പെടാതെ വിവിധ ഉന്നതിയിലെ 30ഓളം യുവാക്കൾ ചെണ്ട പരിശീലിക്കുന്ന വിവരം അറിഞ്ഞതോടെയാണ് ഇവർക്ക് സഹായവുമായി ജനമൈത്രി പോലീസ് രംഗത്ത് വന്നത്. ബാക്കി കാര്യങ്ങൾ കമൽ നമ്മുടെ അടുത്ത് പറയും. കമൽ, എന്തിനു വേണ്ടിയാണ് ചെണ്ട പരിശീലനം എന്ന് അറിഞ്ഞപ്പോഴാണ് അത്ഭുതം തോന്നുന്നത് അല്ലേ? ലഹരിയിൽ നിന്നും വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ പരിശീലിക്കൂ, അതിലൂടെ ഒരു ലഹരി കണ്ടെത്തൂ എന്നുള്ളൊരു ബോധ്യം പലർക്കും ഉണ്ടാകുന്നു. അവർ ചെണ്ട പരിശീലിക്കുന്നു. ഈ വിവരം അറിഞ്ഞതോടെ ജനമൈത്രി പോലീസ് അവർക്ക് വേണ്ടിയിട്ട് ചെണ്ടകൾ നൽകുന്നു. അങ്ങനെ ഒരു സഹായവുമായി എത്തുന്നു. ശരിക്കും പോലീസിൻ്റെതായിട്ടുൾപ്പെടെ നമ്മുടെ സേനയുടേതായിട്ടുൾപ്പെടെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള അത് പല തലങ്ങളിലൂടെയാണ് നമ്മുടെ സമൂഹത്തിൽ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവർക്ക് കൂടുതൽ കൈത്താങ്ങായി മാറുകയാണ്. അവർക്കൊരു ഊർജം നൽകാൻ കൂടിയാണ് ഇപ്പോൾ ജനമൈത്രി പോലീസും കൂടി ഒപ്പം നിൽക്കുന്നത്. കേൾക്കുന്നതേ സന്തോഷകരമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ പരിശീലനമൊക്കെ മുന്നിലേക്ക് പോകുന്നത്? പോലീസ് കൂടി ചേർന്നതോടെ, അങ്ങനെ തന്നെ പറയാമല്ലേ, പോലീസും കൂടി ചേർന്നതോടെ എങ്ങനെ പോകുന്നു ഇപ്പോൾ കാര്യങ്ങൾ? വയനാട്ടിലെ ജനമൈത്രി പോലീസിനെ കുറിച്ച് നമ്മൾ തത്സമയം റിപ്പോർട്ടറിലൂടെ തന്നെ പല കാര്യങ്ങളും കണ്ടതാണ്. കുറച്ച് അമ്മൂമ്മമാരെയും അപ്പൂപ്പന്മാരെയും ഒക്കെ കൊണ്ടുവന്ന കലാപരിപാടികൾ നടത്തി ഒപ്പം ഡാൻസ് ചെയ്യുന്നതും തിരുനെല്ലിയിലെ ഗോത്രവർഗ വിദ്യാർത്ഥികളെ ജില്ലാ പോലീസ് ഓഫീസിൽ കൊണ്ടുവന്നതും ഒക്കെ കണ്ടതാണ്. ഇപ്പോഴവർ കുറച്ച് ഗോത്രവർഗ യുവാക്കൾക്ക് ചെണ്ട വാങ്ങി നൽകിയിരിക്കുകയാണ്. ഇത് വെറുമൊരു ചെണ്ട കലാകാരന്മാരുടെ കൂട്ടായ്മയല്ല. വയനാട്ടിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പണിയ, കാട്ടുനായിക്ക ഗോത്ര വിഭാഗങ്ങളിലെ 30ഓളം യുവാക്കളാണ് ചെണ്ട പരിശീലനം നടത്തുന്നത്. പുൽപ്പള്ളി വീട്ടിമൂല പ്രദേശത്ത്, വീട്ടിമൂല, ആനപ്പാറ, പാളക്കൊല്ലി, ചാത്തമംഗലം തുടങ്ങിയ ഉന്നതികളിലെ യുവാക്കളാണ്. ഇവർ ഏറെ ബുദ്ധിമുട്ടിയാണ്, വിദ്യാർത്ഥികളും കൂലിപ്പണിക്കാരുമൊക്കെയാണ്, വളരെ ബുദ്ധിമുട്ടിയാണ് ചെണ്ട പരിശീലനം നടത്തുന്നത്. സുൽത്താൻ ബത്തേരിയിലെ സിവിൽ പോലീസ് ഓഫീസറായ AS സജിനും വിഷ്ണുവുമാണ് ഇവർക്ക് പരിശീലനം നൽകുന്നത്. ഇവർക്ക് സ്വന്തമായി ചെണ്ടയുണ്ടായിരുന്നില്ല, മരത്തടിയിലും കല്ലിലുമൊക്കെ കൊട്ടി പഠിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ജില്ലാ ജനമൈത്രി പോലീസ് ഇവർക്ക് ചെണ്ട വാങ്ങി നൽകാനെത്തുന്നത്. എന്തായാലും വീട്ടിമൂലയിലെ കൈരളി ക്ലബ്ബാണ് ഈ ചെണ്ട വാങ്ങി നൽകാൻ പോലീസുമായി ഇതിന് സഹകരിച്ച് ഈ പരിപാടിയൊക്കെ നടത്തിയത്. എന്തായാലും ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസുമതാരി അദ്ദേഹം ഇവിടെ നിന്ന് സ്ഥലം മാറി ഇരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ ജില്ല വിട്ട് തിരുവനന്തപുരത്തേക്ക് പോകാനൊരുങ്ങുകയാണ്. അതിനിടയിൽ അദ്ദേഹം തന്നെ നേരിട്ടെത്തി ചെണ്ടയൊക്കെ കൊട്ടി ഈ യുവാക്കൾക്ക് ചെണ്ടകൾ കൈമാറുകയായിരുന്നു. മാത്രമല്ല പല ഉന്നതികളിലും ലഹരിയുടെ കടന്നുകയറ്റമുണ്ട്. അത്തരം ലഹരികളൊക്കെ ഒഴിവാക്കാൻ കൂടിയാണ് യുവാക്കളെ സംഘടിപ്പിച്ച് ഇത്തരമൊരു ചെണ്ട പരിശീലനമൊക്കെ നൽകുന്നത്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പോലീസ് എപ്പോഴും ഉണ്ടാകുമെന്ന ഉറപ്പുകൂടി നൽകിയാണ് ജില്ലാ പോലീസ്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ആ ഒരു ഉറപ്പ് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരിക്കും കമൽ ആദ്യം പറഞ്ഞു തന്നെ, നമ്മൾ 1-2 ഉദാഹരണങ്ങൾ ഇതിനു മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും മനസ്സിലുണ്ട് ജനമൈത്രി പോലീസ് അവരുടേതായിട്ടുള്ളൊരു പരിപാടി, മുത്തശ്ശന്മാരും മുത്തശ്ശിമാരോടൊപ്പം ഈ പാട്ടും ഡാൻസും മേളവും ഒക്കെ ആയിട്ട് ഇവരെല്ലാവരും ഒത്തൊരുമിച്ചുള്ളൊരു കാഴ്ച ഇതിനു മുൻപും തത്സമയം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ വയനാട്ടിലെ ജനമൈത്രി പോലീസിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യം പറയാനുണ്ടെങ്കിൽ പോലും ശരിക്കും വ്യക്തിപരമായിട്ട് എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നതും അവരുടെ ആ ഒരു സന്തോഷവും ഒക്കെ തന്നെയാണ്. ഒരുപാട് അങ്ങ് ചെറുപ്പമായ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയൊക്കെ അന്ന് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പിന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ തന്നെ പലപ്പോഴും പറയാറുണ്ട്, പോലീസുകാരൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ വിവിധ സംഘടനകളും വ്യക്തികളും ഒക്കെ തന്നെ ലഹരിക്കെതിരെ മുന്നിലേക്ക് ഇറങ്ങുന്ന കാര്യമൊക്കെ. അപ്പോൾ ഉന്നതിയിലേക്ക് എത്തുകയാണ്, അവിടെ ചെണ്ട പരിശീലനം നൽകുന്നു. ഇതിനപ്പുറത്തേക്ക് ഒരു ചെണ്ടമേളം കേട്ടാൽ തന്നെ നിന്നങ്ങ് ആവേശം കൊള്ളുന്നവരാണല്ലേ നമ്മൾ ഓരോരുത്തരും. ചെണ്ട പഠിക്കുന്നവർക്കായാലും അങ്ങനെ തന്നെയായിരിക്കും, അവർ പരിപാടികൾ അവതരിപ്പിക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആവേശം നിങ്ങളിലേക്ക് എത്തട്ടെ, ലഹരിയൊക്കെ മാറ്റി നിർത്തുക, അത്തരം
ലഹരികൾ ജീവിതത്തിലേക്ക് എത്തട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവർക്കുള്ള സപ്പോർട്ട് നൽകുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അത്രത്തോളം വാർത്തകൾ ലഹരിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നിലേക്ക് വരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ നാട്ടിന്റെ വിവിധ ഇടങ്ങളിൽ സംഘടിപ്പിക്കുന്നതും അങ്ങനെ ലഹരിയിൽ നിന്നും മുക്തരാകാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ കൈകോർക്കുന്നത്. ഇവിടെ തന്നെ പോലീസുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഈ പരിശീലനം ഒക്കെ തന്നെയും പോകുന്നത്. നല്ലൊരു കാര്യം തന്നെയാണ്. വിവിധ ഇടങ്ങളിൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ മുന്നിലേക്ക് വരട്ടെ അല്ലേ? ശരി കമൽ.